ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 12. രേഹബയാമിൻ്റെ രാജ്യത്വം സ്ഥിരമായി അവൻ ശക്തി പ്രാപിച്ച ശേഷം അവനും എല്ലാ ഇസ്രായേലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. അവർ ദൈവത്തോട് തെറ്റ് ചെയ്യുകയാൽ രഹബയാം രാജാവിൻ്റെ 5-ാം ആണ്ടിൽ മെസ്രൈം രാജാവായ ശീശക്ക് 1600 രഥങ്ങളോടും 60,000 കുതിരപ്പടയോടും കൂടെ യെരൂശലേമിനെ ആക്രമിച്ചു. അവനോടുകൂടി മിസ്രയീമിൽ നിന്നും വന്നിരുന്ന ലിബ്യർ, സുക്യർ, എത്യോപ്യർ എന്നിങ്ങനെയുള്ള സൈന്യം അസംഖ്യമായിരുന്നു. അവർ യഹൂദയോട് ചേർന്ന ഉറപ്പുള്ള പട്ടണങ്ങൾ പിടിച്ചു യെരൂശലേം വരെയും വന്നു. അപ്പോൾ ശമയാ പ്രവാചകൻ രഹബയാമിൻ്റെയും ശീശക്ക് നിമിത്തം യെരൂശലേമിൽ കൂടിയിരുന്ന യഹൂദ പ്രഭുക്കന്മാരുടെയും അടുക്കൽ വന്നു. അവരോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ ശീശക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ പ്രഭുക്കന്മാരും രാജാവും സ്വയം താഴ്ത്തി ദൈവം നീതിമാനാകുന്നു എന്ന് പറഞ്ഞു. അവർ സ്വയം വാഴ്ത്തി എന്ന് ദൈവം കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ശമയായ്ക്ക് ഉണ്ടായത്: അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കയാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് സ്വല്പം രക്ഷ നൽകും. എൻ്റെ കോപം ശീശക്ക് മുഖാന്തരം യെരൂശലേമിൽ ചൊരിയുകയില്ല എങ്കിലും അവർ എൻ്റെ ആരാധനയും അന്യദേശങ്ങളിലെ രാജത്വത്തിൻ്റെ സേവയും തിരിച്ചറിയേണ്ടതിന് അവർ അവന് അധീനരായിത്തീരും. ഇങ്ങനെ മിസ്രൈം രാജാവായ ശീശക്ക് യെരൂശലേമിനെ ആക്രമിച്ച് ദൈവാലയത്തിലെ ഭണ്ഡാരവും രാജഗൃഹ ഭണ്ഡാരവും അപഹരിച്ച് മുഴുവൻ കൊണ്ടുപോയി. ശലോമോനുണ്ടാക്കിയ പൊൻപരിചകളും അവൻ കൊണ്ടുപോയി. അവയ്ക്ക് പകരം രഹബയാം രാജാവ് താമ്രം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന സേനാനായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. രാജാവ് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടിക്കാർ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ സേവകരുടെ അറയിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യുമായിരുന്നു. അവൻ സ്വയം താഴ്ത്തിയപ്പോൾ ദൈവകോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി. യഹൂദയിൽ കുറെ നന്മ ഉണ്ടായിരുന്നു. ഇങ്ങനെ രഹബയാം രാജാവ് യെരൂശലേമിൽ ശക്തി പ്രാപിച്ച് വാണു. വാഴ്ച തുടങ്ങിയപ്പോൾ രഹബയാമിന് 41 വയസ്സായിരുന്നു. ദൈവം തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ യെരൂശലേമിൽ അവൻ 17 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് നയമായെന്നു പേർ. അവൾ അമ്മോന്യ സ്ത്രീ ആയിരുന്നു. ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ശ്രമിക്കാതിരുന്നതിനാൽ അവൻ തിന്മ ചെയ്തു. രഹബയാമിൻ്റെ കാര്യങ്ങൾ മുഴുവനും ശമയാ പ്രവാചകന്റെയും ഇദ്ദോ പ്രവാചകന്റെയും ഗ്രന്ഥങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നു. രഹബയാമിനും യെരബെയാമിനും തമ്മിൽ എപ്പോഴും യുദ്ധമുണ്ടായിരുന്നു. രഹബയാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ അബീയ അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.